ഫിറോസ്ക്ക വലിയ ബിൽഡപ്പ് കൊടുത്തുകൊണ്ടുവന്ന മലയാള സർവകലാശാല അഴിമതി എന്തിനു പറയണം. പൊന്നോ, ദോ അബ്ദുറബ്ബും സി മമ്മൂട്ടിയും കുഞ്ഞാലിക്കുട്ടിയും മുണ്ടും പൊക്കി ഓടുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇത്രയും വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് മാധ്യമങ്ങളിലൂടെ വന്ന് ഇതോടുകൂടി കെ ടി ജലീലിനെ തലയിലൂടെ മുണ്ടിട്ട് നടത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വന്നൊരു തഗ്ഗടിയങ്ങ് അടിച്ചു. ഇപ്പൊ എന്ത് വേണം? വെടിചെന്ന് പൊട്ടിയത് കുഞ്ഞാപ്പാന്റെയും റബ്ബിക്കാന്റെയും ആസനത്തിലായി മാറിയിട്ടുണ്ട്. ഇനിയിപ്പോ മലയാളം സർവകലാശാല ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കേണ്ട അവസ്ഥ റബ്ബിനും കുഞ്ഞാപ്പയ്ക്കുമായി മാറിയിരിക്കുകയാണ്. ഒപ്പം നിലവിലെ തിരൂർ MLA-ക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കൊടുക്കാൻ വേണ്ടി വലിയ അന്വേഷണമൊക്കെ നടത്തി 1,70,70,000 രൂപയ്ക്ക് ഭൂമി വാങ്ങിയത് തട്ടിപ്പ് എന്ന നിലയ്ക്ക് അവതരിപ്പിച്ചതിന് ശേഷം PK ഫിറോസ് അടിച്ച തഗ് ഡയലോഗ് ഇതായിരുന്നു. കെ ടി ജലീൽ അതെ, അതായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞാലും ശരി, പറഞ്ഞില്ലെങ്കിലും ശരി, ഒരു അവസരം കൊടുക്കണം അദ്ദേഹത്തിന് നിലപാട്. അദ്ദേഹം നേരിട്ട് ഇടപെട്ടതിൻ്റെ തെളിവുകൾ മാധ്യമങ്ങളുടെ മുമ്പാകെ നൽകും, ഒരു സംശയം വേണ്ട. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു വിഷയം ഞങ്ങൾ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് 35,000 വിറ്റ ഒരാളെ ഞങ്ങൾ ഹാജരാക്കി. അത് 5 സെൻറ്റും 10 സെൻറ്റും ഒന്നും അല്ല, ഇതിനകത്ത് 11 ഏക്കറിൽ 2 ഏക്കർ 85 സെൻറ്റ് സ്ഥലം വിറ്റ ആളാണ് ഇദ്ദേഹം മൊയ്തീൻ ഖാ. അദ്ദേഹം വിറ്റത് 35,000 രൂപയ്ക്ക്. ആ ഭൂമിയാണ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ 1,60,60,000 വിറ്റത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭൂമിയിൽ തന്നെ എത്ര കോടിയാണ് ലാഭം? ഇനി ബാക്കിലോട്ടൊക്കെ പോകുമ്പോൾ 2,000-നൊക്കെ വിറ്റ ആളുകളില്ലേ? പല ആളുകളും മാധ്യമങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം ഈ കവർച്ചാ സംഘം, ആ കവർച്ചാ സംഘത്തിനെ ഭയമായതുകൊണ്ടാണ് പല ആളുകൾ. ഇപ്പോൾ ഒരു കവർച്ചാ സംഘത്തിൻ്റെ ഒരു പേരുണ്ടായിരുന്നല്ലോ ഇപ്പോൾ അടുത്ത കാലത്ത്, കുറുവാ സംഘം. ഈ തിരൂരിലെ കുറുവാ സംഘം, തിരൂരിലെയും തവനൂരിലെയും താനൂരിലെയും ഒക്കെ കുറുവാ സംഘം നടത്തിയ ഈ മോഷണം, സ്വതന്ത്ര വേഷമണിഞ്ഞ ഈ കുറുവാ സംഘം നടത്തിയ അഴിമതി പുറത്തു പറയാൻ ധൈര്യമുള്ളത് ഒരു മൊയ്തീൻ ഖാണ്. അദ്ദേഹത്തിന് ഇനി നാളെ ഒന്നും സംഭവിക്കാതെ നിങ്ങളൊക്കെ നോക്കണം. ഇവിടുത്തെ യൂത്ത് ലീഗ് പ്രവർത്തകരെ അത് ഏൽപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാര്യം. ഒട്ടും വൈകിയില്ല, അരമണിക്കൂറിന്റെ വ്യത്യാസത്തിൽ ജലീൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് ആ ഭൂമി വാങ്ങാനുള്ള തീരുമാനമെടുത്തതും വില നിശ്ചയിച്ചതും കണ്ടെത്തിയതെല്ലാം 2016 ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അബ്ദുറബ്ബും സി മമ്മൂട്ടി എന്ന ലീഗ് MLA-യും ചേർന്നാണെന്നുള്ള വിവരം പങ്കുവച്ചതോടുകൂടി എന്തിനു പറയണം, തലയിൽ മുണ്ടിടേണ്ടി വരുന്നത് ആരെന്നും ഒപ്പം അഴിമതി ആരോപണം ഉന്നയിച്ച വ്യക്തി അതിൽ പ്രതികരിച്ച രീതി കൂടി നിങ്ങളൊന്ന് കണ്ടേ. മലയാളം സർവകലാശാലക്ക് ഭൂമി എടുക്കുന്നത് എൻ്റെ കാലത്തല്ല. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന സമയത്തല്ല. 2016 ഫെബ്രുവരി 17, നോട്ട് ദി ഡേറ്റ്, 2016 ഫെബ്രുവരി 17 മലപ്പുറത്ത് കളക്ടറുടെ ചാംബറിൽ ചേർന്ന യോഗത്തിൽ വെച്ചാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന സ്ഥലം വിലക്ക് എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അന്ന് ഒരു സെന്റിന് 1,70,70,000 രൂപ നിരക്കിലാണ് 17.21 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള സമ്മതപത്രത്തിൽ ഉടമകളുമായി സർക്കാരിൻ്റെ പ്രതിനിധി ഒപ്പുവെക്കുന്നത്. മനസ്സിലായില്ലേ? 2016 ഫെബ്രുവരി 17 അന്ന് ആരായിരുന്നു മുഖ്യമന്ത്രി? ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി. അന്ന് ആരായിരുന്നു വ്യവസായ വകുപ്പ് മന്ത്രി? PK കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു വ്യവസായ വകുപ്പ് മന്ത്രി. അന്ന് ആരായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി? PK അബ്ദുറബ്ബായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. അന്ന് ആരായിരുന്നു തിരൂർ MLA? സി മമ്മൂട്ടിയായിരുന്നു MLA. 2016 ഫെബ്രുവരി 17 മലപ്പുറത്ത് കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് 17 ഏക്കറും 21 സെന്റും ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. സെന്റ് ഒന്നിന് 1,70,70,000 രൂപയാണ് അന്ന് നിശ്ചയിച്ചത്.
അതിനുശേഷം 2016 തെരഞ്ഞെടുപ്പ് നടന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയപ്പോൾ ഇത് സംബന്ധമായിട്ട് വീണ്ടും ഒരു റീതിങ്കിങ് ഉണ്ടായി. അപ്പോൾ 17 ഏക്കർ 2.1 സെന്റ് സ്ഥലം എന്ന് പറയുന്നത് കൂടുതലാണ്, അതിലൊരുപാട് നിർമ്മാണം നടത്താൻ പറ്റാത്ത സ്ഥലമുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം ഉയർന്നു. ആ സമയത്ത് 1,70,000 17.21 ഏക്കർ ഭൂമി വാങ്ങുമ്പോൾ സെന്റിന് നൽകാമെന്ന് UDF ഭരണകാലത്ത് അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് ലീഗിന്റെ MLA സി മമ്മൂട്ടി ഇവിടെ പ്രതിനിധാനം ചെയ്ത കാലത്ത് എടുത്ത തീരുമാനം മാറ്റി. എന്നിട്ട് എന്താണ് തീരുമാനിച്ചത്? സെന്റ് ഒന്നിന് 1,60,000 രൂപ ആക്കി കുറച്ചു. ഉപയോഗയോഗ്യമല്ലാത്ത ഏതാണ്ട് 6.5 ഏക്കർ സ്ഥലം വേണ്ടെന്ന് വെച്ചു. അങ്ങനെ 11 ഏക്കറാക്കി അത് കുറച്ചു. ഇതാണ് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നടന്നത്. UDF ഭരണകാലത്ത് 17.21 ഏക്കർ സ്ഥലം സെന്റ് ഒന്നിന് 1,70,000 രൂപക്ക് കലക്ടറുടെ ചേംബറിൽ വെച്ച് എടുക്കാൻ തീരുമാനിക്കുകയും സ്ഥല ഉടമകളുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു, സമ്മതപത്രത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ആ തീരുമാനം 2016 ഏപ്രിൽ മെയ് മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു, പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. അതിനുശേഷം ഗവൺമെന്റ് ഈ 17.21 ഏക്കർ എന്നുള്ളത് കുറച്ച് 11 ഏക്കറാക്കി. കാരണം 6.25 ഏക്കറോളം സ്ഥലം സത്യത്തിൽ നിർമ്മാണം നടത്താൻ പറ്റാത്ത കണ്ടൽക്കാടുകൾ ഉൾക്കൊള്ളുന്ന മേഖലയായിരുന്നു. ആ മേഖല മുഴുവൻ വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് 11 ഏക്കറാക്കി സെന്റ് ഒന്നിന് 10,000 രൂപ കുറച്ചു, 1,60,000 ആക്കി. ഇതാണ് ഇടതുപക്ഷ ഗവൺമെന്റും. പിന്നെ മാത്രമല്ല, ആ സന്ദർഭത്തിലൊക്കെ ഞാൻ ഇതിലേക്ക് വരുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല ഏൽക്കുന്നത് 2 വർഷം കഴിഞ്ഞിട്ടാണ്, 2018 ശേഷം. അപ്പൊ അന്ന് തുടർന്ന് പോന്നിരുന്ന കാര്യങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തുന്നത് സ്വാഭാവികമായിട്ടും എൻ്റെ കാലത്താണ്. ഒരു തരത്തിലുള്ള അഴിമതിയും ഒരു തരത്തിലുള്ള കമ്മീഷനും ഉണ്ടായിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ 1,60,000 ആക്കി ഇത് കുറക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ അന്ന് തന്നെ UDFന്റെ ഭരണകാലത്ത് തന്നെ 1,60,000 ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സെന്റ് ഒന്നിന് 10,000 ഉറുപ്പ്യ കൂട്ടിയിട്ട് അവിടെ തീരുമാനമെടുപ്പിച്ചത് UDFലെ പറമ്പ് കച്ചവടക്കാരും ലീഗിന്റെ നേതാക്കന്മാരുമാണ്. അന്നോലെ സർക്കാരാണല്ലോ. 17.21 ഏക്കർ സ്ഥലം സെന്റ് ഒന്നിന് 10,000 ഉറുപ്പ്യ വെച്ചിട്ട് കമ്മീഷൻ കിട്ടിയാൽ എത്ര ഉറുപ്പ്യായി? അത് കിട്ടാൻ വേണ്ടി ഓല് ചെയ്ത കാര്യമാണ് അവർ ഓർക്കുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ത് ചെയ്യുമ്പോഴും അതിൽ അവനവനെന്ത് കിട്ടും എന്നുള്ളത് നോക്കുന്ന ആളുകളാണല്ലോ അവര്. അതുകൊണ്ടാണല്ലോ PK ഫിറോസ് യൂത്ത് ലീഗിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി എല്ലാ യൂത്ത് ലീഗുകാരോടും പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനൊന്നും ആയാൽ പോരാ, ആൾക്കാരെ പറ്റിച്ചും കണ്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സും തുടങ്ങണമെന്ന് ഞാൻ പറയാറുണ്ട് എന്ന് പറയാറില്ലേ? അതതുകൊണ്ടാ. അവരെല്ലാ കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യൂ, അവർക്ക് അതേ അറിയൂ. അപ്പൊ ഇതാണ് മലയാളം സർവകലാശാല ഭൂമിയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിലുള്ള കാര്യം എന്ന് പറയുന്നത്. എന്ത് വേണം? PK ഗ്രൂപ്പിന്റെ കള്ളക്കച്ചവടക്കാരുടെയൊക്കെ ഒരു നിലവാരം നോക്കണേ. വിവരാവകാശം കൊടുത്ത അദ്ദേഹം ഇതിന്റെ തെളിവ് ശേഖരിച്ചു, പക്ഷേ ഡേറ്റ് നോക്കിയില്ല. അവിടെയാണ് പെട്ടത്. അന്ന് തന്നെ കമ്മീഷൻ അടിക്കാൻ വേണ്ടി പോയി സ്ഥലം കണ്ടെത്തി 17 ഏക്കർ കൊണ്ടുവന്നു. ഇടതുപക്ഷ സർക്കാർ വന്നപ്പോ അതിൽ 1,70,000 നിശ്ചയിച്ചത് 10,000 രൂപ വെച്ച് കുറച്ച് 1,60,000 ആക്കി.
6 ഏക്കർ സ്ഥലം ഉപയോഗശൂന്യമാണ്, കണ്ടൽക്കാടാണെന്ന് കണ്ട് വേണ്ട എന്ന് കൂടി വെച്ചു. അപ്പോ ആരാണ് അഴിമതിക്ക് കളമൊരുക്കിയതെന്ന് നാട്ടുകാർക്ക് ഇപ്പോ നല്ല രീതിയിൽ ബോധ്യപ്പെട്ടു. ലീഗിനെ എങ്ങനെ തുടയ്ക്കാം? ഒരു പാർട്ടിയെ സംബന്ധിച്ച് തനിക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു കേന്ദ്രമാണ് യൂത്ത് ലീഗ് എന്നൊക്കെ പറയുന്നത്. ഇവരിലൊക്കെ നല്ല പൈസ ഉള്ളത് കൊണ്ട് തന്നെ അത് അടിച്ചെടുക്കാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോണിയിലൂടെ സ്വർഗത്തിൽ എത്തിക്കാം, അതുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടുന്ന പണം അടിച്ചുകൊണ്ട് പോകാനുള്ള അവസരം തരും. അതിന് ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ മറയാക്കി നടത്തുന്ന കച്ചവടത്തിന്റെ ഒരു എപ്പിസോഡായിരുന്നു മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി കണ്ടെത്തിയ ഭൂമി എന്ന് ഫിറോസ് തന്നെ പറയുകയാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഉന്നയിച്ച ആരോപണങ്ങൾ വെച്ചിട്ട് സ്വന്തം നേതാക്കന്മാർക്ക് ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി പറയേണ്ട ഗതികേടിലെത്തിയെന്ന് വേണം പറയാം. പിറൂക്കാൻ AI ക്യാമറയെ കൊട്ടവെച്ച് മറച്ചതുപോലെ തന്നെ മലയാളം സർവകലാശാല എന്ന കെണി ജലീലിന് വേണ്ടി വെച്ചു. പക്ഷെ ആ കെണിയിൽ ചെന്ന് വീണത് കുഞ്ഞാപ്പയും അബ്ദുറബ്ബുമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ശിഷ്യന്മാരെ വളർത്തിക്കൊണ്ടുവരുന്നെങ്കിൽ ഇതുപോലുള്ള ശിഷ്യന്മാരെ കൊണ്ടുവരണം. വാപ്പമാരെ തന്നെ കുഴിയിൽ ചാടിച്ച അരുമ ശിഷ്യനെ നാട്ടുകാരിപ്പോൾ വലിയ അഭിമാനപൂർവ്വം നോക്കിക്കാണുകയാണ്. സുഹൃത്തുക്കളെ, നോക്കിക്കാണുകയാണ്.